കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ വികസന വാഗ്ദാനങ്ങളെ വിമർശിച്ച് BJP. ജില്ലയിലെ വ്യവസായ കേന്ദ്രങ്ങൾ പൂട്ടിച്ച വ്യക്തിയാണ് എളമരം കരീമെന്ന് BJP ആരോപിക്കുന്നു. NDA സർക്കാരിന്റെ നേട്ടങ്ങളാണ് ജില്ലയിൽ കാണാനുള്ളതെന്നും BJP അവകാശപ്പെട്ടു. രണ്ട് MPമാർ മത്സരിക്കുന്ന കോഴിക്കോട്ടെ പ്രധാന പ്രചാരണായുധം വികസനം തന്നെ. ജില്ലയ്ക്ക് ലഭിച്ച കേന്ദ്ര പദ്ധതികളിൽ MK രാഘവനും എളമരം കരീമും ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഇതിനെ ചെറുക്കാനാണ് BJPയുടെ നീക്കം. പ്രമുഖ വ്യവസായ കേന്ദ്രങ്ങളായിരുന്ന മാവൂർ ഗോളിയോ റയോൺസ്, കോംട്രസ്റ്റ് എന്നിവ പൂട്ടിച്ചതിൽ എളമരം കരീമിന് പങ്കുണ്ടെന്നാണ് BJPയുടെ ആരോപണം. അത്തരത്തിലൊരാൾ വികസന വാഗ്ദാനം നൽകുന്നതിനെ BJP പരിഹസിച്ചു. വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ പോലും ജില്ലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കോംട്രസ്റ്റ്, മാവൂർ ഗോളിയോ റയോൺസ്, കുന്നത്തറ ടെക്സ്റ്റൈൽസ് ഇവയൊക്കെ പൂട്ടിക്കാൻ വേണ്ടി മുൻപന്തിയിൽ നിന്നിട്ടുള്ള ആളായിരുന്നു എളമരം കരീം. വികസനത്തെ ത്വരിതപ്പെടുത്തുന്നതിന് തുരങ്കം വെച്ചിട്ടുള്ള ആളുകൾ ഇപ്പൊ പറയുന്ന ഈ വാഗ്ദാനങ്ങൾ ജനങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി പോകുന്നില്ല. കിസാൻ സമ്മാൻ നിധി, ഹൈവേ വികസനം, കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം എന്നീ പദ്ധതികൾ NDA സർക്കാരിന്റെ നേട്ടങ്ങളാണ്. കേന്ദ്ര ഫണ്ട് ലഭിച്ചിട്ട് പോലും കോഴിക്കോട് നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ ഇടത് കോർപ്പറേഷൻ ഭരണത്തിന് സാധിച്ചിട്ടില്ലെന്നും BJP കുറ്റപ്പെടുത്തി. റിപ്പോർട്ടർ, കോഴിക്കോട്.